ബ്ലഡ് ഡൊണേഷൻ, ഓർഗൻ ഡൊണേഷൻ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ള വാക്കുകളാണ്. പക്ഷേ ബ്രസ്റ്റ് മിൽക്ക് ഡൊണേഷൻ അധികം ആരും കേൾക്കാത്ത ഒരു കാര്യമാണ് ബ്രസ്റ്റ് മിൽക്ക് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത്. ഏതാനും ദിവസങ്ങളായിട്ട് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്ന കാര്യമാണ് ബ്രസ്റ്റ് മിൽക്ക് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള കുറച്ച് വ്യക്തികളുടെ കമൻസ്. അപ്പോൾ ഇതെങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, ഇതാർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, ഇത് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മാനദണ്ഡങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ഇനി വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബ്രസ്റ്റ് മിൽക്ക് കൂടുതലുള്ള അമ്മമാർ, അതായത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തതിന് ശേഷവും ധാരാളമായിട്ട് എക്സ്ട്രാ ആയിട്ട് മിൽക്കുള്ള അമ്മമാർക്ക് ബ്രസ്റ്റ് മിൽക്ക് ഡൊണേറ്റ് ചെയ്യാം. പിന്നെ ഡൊണേറ്റ് ചെയ്യുന്ന അമ്മമാർ ഹെൽത്തി ആയിരിക്കണം, അവർ സ്മോക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ആൽക്കഹോൾ എടുക്കുന്ന അമ്മമാർക്കും അതുപോലെ തന്നെ മറ്റുള്ള മെഡിസിൻസ് കഴിക്കുന്ന അമ്മമാർക്കും ബ്രസ്റ്റ് മിൽക്ക് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. ഇത് ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ എങ്ങനെ എടുക്കണം? ബ്രസ്റ്റ് മിൽക്ക് എടുക്കുന്നതിന് ബ്രസ്റ്റ് പമ്പ് വഴി എടുക്കാം. ഇത് എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്? അത് ബ്രസ്റ്റ് മിൽക്ക് എടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ചെറിയ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് ബാഗുകളുണ്ട്, അതിൽ സ്റ്റെറൈലായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രസ്റ്റ് മിൽക്ക് ബാങ്കുകൾ വഴി കിട്ടുന്ന ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പ്രീ ടൈം ബേബീസിനാണ്. കാരണം പ്രീ ടൈം ബേബീസ് എപ്പോഴും ഇൻഫെക്ഷന് റിസ്ക് കൂടുതലുള്ളവരായിരിക്കും. അവർക്ക് ഫോർമുല ഫീഡിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അവർക്ക് ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. കുഞ്ഞുങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കണ്ടീഷനാണ് നെക്രോട്ടൈസിങ് എൻട്രോകൊളൈറ്റിസ്. ഇത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷനാണ്, ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷനാണ്. അതുപോലെ തന്നെ സർജറി കഴിഞ്ഞ പ്രീ ടൈം ബേബീസ്, ഒത്തിരി സിക്കായിട്ടുള്ള പ്രീ ടൈം ബേബീസ്, സെറോഗേറ്റ് പ്രഗ്നൻസിയിലൂടെ ഉണ്ടായ കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ അത് തങ്ങളുടെ അമ്മമാർക്ക് വേണ്ടത്ര രീതിയിൽ പാല് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം ഒത്തിരി സ്ട്രെസ്സ് കൂടുമ്പോൾ അമ്മമാർക്ക് ബ്രസ്റ്റ് മിൽക്കിൻ്റെ സപ്ലൈ കുറയും. കുഞ്ഞുങ്ങൾ സക്ക് ചെയ്യാത്തത് മൂലം ബ്രസ്റ്റ് മിൽക്കിൻ്റെ സപ്ലൈ കുറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബേബീസിനാണ് നമ്മൾ കൂടുതലും ഈ ഡോണർ മിൽക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ബ്രസ്റ്റ് മിൽക്ക് ബാങ്കിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. അതായത് കോംപ്രിഹെൻസീവ് ലാക്ടേഷൻ മാനേജ്മെൻറ്റ് സെൻറ്റേഴ്സ് CLMC വഴിയാണ് എല്ലാ ബ്രസ്റ്റ് മിൽക്ക് ബാങ്കുകളും പ്രവർത്തിക്കുന്നത്. അതിന് അവരുടേതായിട്ടുള്ള പ്രോട്ടോക്കോളും പോളിസീസും ഉണ്ട്. ആ പോളിസീസും ആ സ്റ്റെപ്സും അനുസരിച്ചാണ് എല്ലാ മിൽക്ക് ബാങ്കുകളും വർക്ക് ചെയ്യുന്നത്. ഈ CLMCയുടെ അണ്ടറിൽ വരുന്നതാണ് ലാക്ടേഷൻ മാനേജ്മെൻറ്റ് യൂണിറ്റ്സും ലാക്ടേഷൻ സപ്പോർട്ട് യൂണിറ്റ്സും. ഈ CLMC മെയിനായിട്ട് എയിം ചെയ്യുന്നത് ബേബി ഫ്രണ്ട്ലി ഇനീഷ്യേറ്റീവിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബ്രസ്റ്റ് ഫീഡിങ്, സപ്പോർട്ടിങ്, അതുപോലെ തന്നെ പ്രൊമോട്ടിംഗ് ആണ് അവരുടെ ഏറ്റവും വലിയ മോട്ടോ. കോംപ്രിഹെൻസീവ് ലാക്ടേഷൻ മാനേജ്മെൻറ്റ് സെൻറ്റേഴ്സിൽ ബ്രസ്റ്റ് മിൽക്ക് കളക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഡൊണേറ്റ് ചെയ്യുന്നതിനും ഏറ്റവും മെയിനായിട്ട് 6 ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണുള്ളത്. അതിൽ സ്റ്റെപ്പ് 1 സ്ക്രീനിങ് ഓഫ് ഡോണർ മദേഴ്സ്. അതായത് ഏതെങ്കിലും മദേഴ്സ് മിൽക്ക് കൊടുക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ ആ മദേഴ്സിനെ സ്ക്രീൻ ചെയ്യും. അവർക്ക് കുറച്ച് ഡോണർ സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്. അത് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അവർ ഡിസ്ക്വാളിഫൈഡ് ആവും. ടെസ്റ്റ് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഡോണർ രജിസ്ട്രേഷനിൽ ഫില്ല് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റെപ്പാണ് മിൽക്ക് കളക്ഷൻ. മിൽക്ക് കളക്ട് ചെയ്യുന്നത് ബ്രസ്റ്റ് പമ്പ് വഴി കളക്ട് ചെയ്യാം. അത് സ്റ്റോർ ചെയ്യുന്നത് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോറേജ് ബാഗുകളുണ്ട്. സ്റ്റെറൈലായിട്ട് തന്നെ കണ്ടാമിനേഷൻ ഇല്ലാതെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ അത് സ്റ്റോർ ചെയ്യാം. സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടെയ്നറിൽ ഫുള്ളായിട്ട് ആകാതിരിക്കുക. അതായത് ഒരു 3/4 ഓഫ് ദി കണ്ടെയ്നർ മാത്രമാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. കാരണം മുകളിൽ കുറച്ച് സ്പേസ് ഇടണം. അത് ഫ്രീസറിൻ്റെ അകത്ത് വെക്കുമ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് 3/4 മാത്രം ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 3 പ്രോസസ്സിംഗ് ഓഫ് ഡോണർ ഹ്യൂമൻ മിൽക്ക്. ഇത് 3 ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് പ്രീ പാസ്ചറൈസേഷൻ സ്റ്റോറേജ്, രണ്ടാമത്തേത് പൂളിങ്, മൂന്നാമത് പാസ്ചറൈസേഷൻ. ഇത്രയും പ്രോസസ്സിങ് ചെയ്തതിന് ശേഷം സ്റ്റെപ്പ് 4ലേക്ക് പോകും. അതായത് ടെസ്റ്റിംഗ് ഓഫ് ഡോണർ ഹ്യൂമൻ മിൽക്ക്. നമ്മൾ ഓൾറെഡി പാസ്ചറൈസ് ചെയ്തിരിക്കുന്ന മിൽക്കാണ്. അതിൻ്റെ പാസ്ചറൈസേഷൻ ഓക്കെ ആണോ, അത് എല്ലാം കറക്റ്റായിട്ടുള്ള രീതിയിലാണോ, അത് കണ്ടാമിനേഷൻ ഇല്ലാതെയാണോ ഇരിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ് സ്റ്റെപ്പ് 4ൽ വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് 5, ഇതിൻ്റെ അത് സ്റ്റോറേജ് ഓഫ് പാസ്ചറൈസ്ഡ് ഡോണർ ഹ്യൂമൻ മിൽക്ക്. അത് ഡീപ്പ് ഫ്രീസറിലായിരിക്കും പാസ്ചറൈസ്ഡ് ഡോണർ ഹ്യൂമൻ മിൽക്ക് സ്റ്റോർ ചെയ്യുന്നത്. അടുത്തത് 6 ഡിസ്പെൻഷൻ ഓഫ് മിൽക്ക്. ഇത്രയും എമൗണ്ട് മിൽക്ക് ഒരു ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് വഴി അത് കളക്ട് ചെയ്യും. അത് NICUവിൽ കൊണ്ട് കൊടുക്കും. ആ NICUവിൽ നിന്ന് അത് തോ ചെയ്ത് ആവശ്യമുള്ള എമൗണ്ടിൽ ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് നൽകും. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇതെങ്ങനെ അറിയാൻ പറ്റും?
സേവ് ദ ബേബി എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിയോലാക്റ്റ, അതൊരു കമ്പനിയാണ്. ഇതുവഴിയും നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് ഡൊണേറ്റ് ചെയ്യാം. കേരളത്തിലുള്ള 2 ബ്രസ്റ്റ് മിൽക്ക് ബാങ്കുകളാണ് നെക്ടർ ഓഫ് ലൈഫ്. അത് പ്രവർത്തിക്കുന്നത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ്. പിന്നെ അതുപോലെ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ തൃശ്ശൂർ, അവിടെയും ഒരു ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രസ്റ്റ് മിൽക്ക് ഡൊണേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ബ്രസ്റ്റ് മിൽക്ക് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കാരുണ്യ പ്രവർത്തനം തന്നെയാണ്. അതിലാരും സോഷ്യൽ സ്റ്റിഗ്മ വിചാരിക്കേണ്ട കാര്യമില്ല. ഡൊണേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്വീകരിക്കുന്നതും ഒരിക്കലും നാണക്കേടായിട്ട് കരുതാതിരിക്കുക. നമ്മുടെ ബേബീസാണ്. സേവ് ദ ബേബീസ്.